അതെ, അളിയൻ ചെറുതായിട്ടൊന്ന് ഓഫായിപ്പോയേ. അതെ അതെ, പാവം എല്ലാരെയും സന്തോഷിപ്പിച്ചങ്ങ് ഓവറായി. ഇന്നത്തേക്ക് ഒന്ന് ക്ഷമിച്ചേക്കണേ. ശരി, ഒന്ന് മാറുന്നേ അളിയാ. ശരി, കാലെടുത്ത് വെച്ച്. അപ്പൊ ഗുഡ് നൈറ്റ്. ആഹാ, മോളെ എണീറ്റോ? ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമില്ല. തണുപ്പ് കൂടുതലുണ്ടോ? അവന് ചായയും കാപ്പിയൊക്കെ അങ്ങനെ പതിവുള്ളതല്ല. എന്നാലും മോൾ ഇതൊന്നും കൊണ്ട് കൊടുത്തു നോക്ക്. ശരി. അവനാ ഷീറ്റ് വരെ കാണുമേ. അടുക്കള വസ്തു കിട്ടിയിരുന്ന അതൊക്കെ അപ്പൊ തന്നെ അഴിപ്പിച്ചായ. നേരത്തെ എഴുന്നേക്കൂല്ലേ? എന്താ ഒരു സ്മെൽ? അത് ഈ ഒട്ടുപാലിനെ ചണ്ടിട പരിചയമില്ലാത്തവർക്ക് ഓക്കാനം വരും. അതൊക്കെ നോക്കും. കഴിക്കണ്ടേ? അപ്പൊ നീ വരുന്നില്ലേ? സ്ലീപാചം വന്നല്ലോ. ചേട്ടാ വിട്ടോ, ഞാൻ വന്നേക്കാം. ചേട്ടാ താമസിയാൻ വന്നേക്കണേ. ചേട്ടാ വണ്ടിയിട്ട് വിട്ടോ, ഞാൻ വന്നേക്കാന്നേ. ബോംബെ ഇപ്പൊ നിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കായിരുന്നു. എന്നാ? ഓ അതൊന്നും ഇടാവേ. കല്യാണം കഴിച്ചതിന്റെ പുതുമോടി മറ കുറച്ച് നാടാവൂലോ, അതൊന്ന് പറഞ്ഞാടാ. ഓ, ഒരു പെണ്ണ് കെട്ടിയെന്ന് പറഞ്ഞ എന്നെ ഇങ്ങനെ കൊച്ചാക്കണ. അതൊക്കെ നീ ഇപ്പൊ പറയും, കുറച്ചു ദിവസം കഴിയട്ടെ. ആ പെങ്കൊച്ചതിന് വരച്ച വരക്കെടുത്തു പുറത്തേക്ക് എടുക്കത്തില്ല മോനെ. നമ്മൾ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് എന്റെ കമ്പനിക്കാരാ മെയിൻ. ഞാൻ അങ്ങോട്ട് നോക്കി. അച്ചോടാ, കണ്ടോ? ആ, ഇത് വേണോ? ഇത് വേണോ? നോക്കി. നീ ഇത്ര നേരം എവിടെ പോയി കിടക്കുവായിരുന്നു കൂട്ടായി? എത്ര നേരമായി എന്നെ വിളിക്കുന്നു? ഓ ചാച്ചന്റെ പൊന്ന്, ചാച്ചന്റെ പൊന്ന്. ഇതാരുടെ വിളിച്ച് വണ്ടി കിട്ടണേ? അത് ഗോപി കഴിയതാ. അതിനതിന് നിങ്ങക്ക് പോവാൻ നാളെ. എങ്ങോട്ട് പോവാൻ? നിനക്ക് റിൻസിക്കോട് ഹണിമൂണിന് പോവാൻ. എങ്ങോട്ട് പിടിച്ച ഹണിമൂണാ? ദേ, ഇവരതിന്റെ ആൾക്കാര് റിസോർട്ടൊക്കെ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ആ, ഇത് എവിടായിരുന്നു എന്റെ അളിയാ? ചെറുതൊരെണ്ണം സംഘടിപ്പിക്കാൻ ഞങ്ങൾ പെട്ട പാട്. എന്നെ പരിപാടി ജോഡിയല്ലേ കാണിച്ച്. ഈ ഹണിമൂണിന്റെ എന്നെ ആവശ്യമുണ്ട്. ഓ അതിനിപ്പോ എന്നാ അളിയാ? അത് ശരിയായില്ല. ആളിനെ എന്നോടെങ്കിലും ഒന്ന് പറയാറ്. ഇത് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമല്ല. ഇവരെല്ലാരും കൂടി പറഞ്ഞപ്പോ ഞാനൊന്ന് അറേഞ്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ എന്റെ പൊന്നു കുഞ്ഞളിയാ. എന്നാൽ ഈ തിരക്കിന്റെ ഇടയിൽ എന്നെ തിരക്കാ? ഇവിടെ തിരക്കൊന്നുമില്ല. പാപ്പായ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുക. നിങ്ങളങ്ങ് പോയേച്ചാ മതി. അതെ അതെ. ഹാ, കല്യാണം കഴിഞ്ഞാൽ സുഖമൊക്കെ വേണ്ടേ അളിയാ? ഏതായാലും ധ്യാനം തുടങ്ങുന്നതിന് വരെ നിങ്ങൾ ഫ്രീയാ. അതുവരെ നിങ്ങളിന്ന് പോയി അടിച്ചു പൊളിച്ചിട്ട് വാ എന്റെ കുഞ്ഞളിയാ. മതി വർത്താനം പറഞ്ഞത്. അകത്തൊന്നും എല്ലാം കഴിക്ക്. നീ വരാത്തോണ്ട് ആ കൊച്ചു ഒന്നും കഴിക്കാതിരിക്കുവാ. ഇപ്പോഴൊക്കെ ഇത് പറ്റുള്ളൂ പറഞ്ഞു കൊടുറി. ആന്റിക്ക് ചാച്ചനോട് ചെറിയൊരു പിണക്കമുണ്ട്. ഇന്നലെ രാത്രി ആന്റിക്ക് ചാച്ചനോടൊന്നും മിണ്ടാൻ പോലും പറ്റിയില്ലെന്ന്. അത് ചാച്ചൻ ക്ഷീണം കാരണം നേരത്തെ ഉറങ്ങിപ്പോയതല്ലേ. ഇതിനാ നിങ്ങൾക്ക് ആർക്കും കിടക്കൊന്നും വേണ്ടേ? ടീന പിള്ളേരെ വിളിച്ചോണ്ട് കൂടി വാടി. മോള് വാ. ചാച്ചൻ അമ്മ മോളെ എടുക്ക തരാം. വാ. സാറില്ല ചേച്ചി, കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കട്ടെ. നിങ്ങൾക്കും കിടക്കണ്ടേ? കുഴപ്പമില്ല. എന്നാ മോള് ഇവിടെ ഇരുന്നോ. ഇച്ചിരി കഴിയുമ്പോ വരണേ. വാടാ. നീ എന്തിനു ഇവിടെ ഇരിക്കുന്നു? ഇനി പോരെ. പിന്നെ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തു കേട്ടോ നാളത്തേക്ക്. കുറച്ച് ഷർട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കിയിട്ട് ജീൻസ് ഒന്നും കണ്ടില്ല. ജീൻസോ? എനിക്ക് ഒരു ജീൻസേ ഉള്ളൂ. അത് ഞാൻ കാലത്ത് വെട്ടാൻ പോകുന്ന. ചാച്ചന്റെ പോക്ക് ഉറങ്ങണ്ടേ? എടി കൊച്ചെന്തേടി? കുട്ടായുടെ മുറിയില്. കുട്ടായുടെ മുറിയില് നിനക്ക് വല്ല വെളു കൊണ്ടുപിടിക്കണ്ടേ? അളിയനും ആ പെങ്കുച്ചിനും എന്നാ ഒന്ന് കാണും. ഞാൻ വിളിച്ചത് അവള് വരണ്ടേ? ആ ബെസ്റ്റ്. അത് കുഴപ്പമില്ല, നീ പോയി എടുത്തോണ്ട് വാ. പോണോ? പോയി വിളിച്ചോണ്ട് പാടി വേണേ. ബുദ്ധിമുട്ടായില്ലേ? കിടന്നു.
Please. This is your honeymoon suit. Hope you like it. ഇറ്റ്സ് ഗുഡ്. ഇവിടെ അടുത്ത് കാണാൻ ഏതാ നല്ല സ്ഥലമുള്ളത്? രാവിലെ ഈ മുള്ളാണ് പറയണേ. സിഗ്നലുള്ള വണ്ടി വരും. നാളെ നിങ്ങളുടെ ക്യാമ്പിംഗ് ഒരു ഫോറസ്റ്റിലാണ്. ഇറ്റ്സ് എ ഹിൽ ടോപ്പ്. യു വിൽ ലൈക്ക് ഇറ്റ്. അതെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റിസപ്ഷനിലൊന്ന് വിളിച്ചാൽ മതി. ഹാവ് എ പ്ലസന്റ് സ്റ്റേ. താങ്ക് യു. അയ്യോ, എന്താ പനിയാണോ? ഉള്ളിന്നൊക്കെ ചൂട് പൊങ്ങുന്ന പോലെ. ഇല്ലേ, ചൂടില്ലേ? ഞാൻ റിസപ്ഷനിൽ വിളിച്ച് മരുന്ന് പറയാം. വേണ്ട വേണ്ട, എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് പറ്റത്തില്ല. ഒന്ന് അമ്മച്ചി വിളിച്ചാരോ? ദേ ബെല്ലടിക്കുന്ന വെച്ചാ പറഞ്ഞാ മതി. അമ്മച്ചി എത്തിയമ്മച്ചി, കുറച്ചു നേരമായി. ഇച്ചാന് ചെറിയൊരു പനി പോലെ. അമ്മച്ചി ഇച്ച പനി അമ്മച്ചി, എന്നാ ചെയ്യണ്ടേ? ആ ആ ശരി. അമ്മച്ചി എന്താ പറഞ്ഞേച്ചാ? വയ്യെങ്കിൽ തിരിച്ചു പോന്നേക്കാൻ പറഞ്ഞു. പനി കുറയുമെന്ന് നോക്കാല്ലേ? കുറയുന്ന തോന്നണില്ല. ഇച്ചിരങ്ങ് നീ കിടന്നു, വെറുതെ പനി പകരണ്ട. ആ ഇതെന്താ പോവാണോ? ഇച്ചാന് ചെറിയ പനി. ഓ ഓക്കെ ഓക്കെ. എവിടെ നിക്കാട്ടോ, എനിക്ക് തീരെ പറ്റണില്ല, അതുകൊണ്ടാ. വേണ്ടച്ചാ, നമുക്ക് പോവാം. കേൾക്കോ? വരുന്ന വഴിക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞതാ. ഇച്ചാ ഇച്ചായ ഉറങ്ങിയ അമ്മച്ചി? കുട്ടായി മോനെ, കുട്ടായി തേ കഞ്ഞി കുടിച്ചിട്ട് കേടാ, എഴുന്നേറ്റേ. വയ്യാൻ തോന്നുന്നു, കിടക്കട്ടെ. ഞാൻ